ദിവ്യമന്നയിലേക്ക് സ്വാഗതം. ഡിസംബർ 28 ഞായർ സഭ ധ്യാനത്തിനും പഠനത്തിനും വിഷയമാക്കുന്നത് മനനം ചെയ്യുക, ആനന്ദിക്കുക, പുതുക്കപ്പെടുക എന്ന വിഷയമാണ്. പുതുവത്സരത്തിന്റെ കവാടത്തിൽ നിൽക്കുമ്പോൾ ചരിത്രമായി മാറിയ കഴിഞ്ഞ നാളുകളെ അവലോകനം ചെയ്യുന്നതും പ്രതീക്ഷയോടെ വരുന്ന നാളുകളെ കാത്തിരിക്കുന്നതും ഉത്തമമാണ്. ലഭ്യമായ ദൈവകൃപയെ വിസ്മരിക്കാതെ യാത്ര തുടരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മുന്നിലുള്ള നാളുകളെക്കുറിച്ച് അറിവില്ല, എന്നാൽ രക്ഷാനായകനെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് വിജയകരമായ ജീവിതയാത്രയ്ക്ക് നമ്മെ സഹായിക്കും. പിന്നിട്ട വഴികളിലെ പരാജയങ്ങളും കുറ്റബോധങ്ങളും അപകർഷതകളും നമ്മെ അലട്ടുവാൻ ഒരിക്കലും അനുവദിക്കരുത്. ലക്ഷ്യത്തെ നോക്കി ഓടുന്ന ഓട്ടക്കാരനെ പോലെ ഓടുമ്പോഴാണ് വിജയം നേടുന്നത്. എബ്രായലേഖനം പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. ഈ വാക്കുകൾ ജീവിതയാത്രയിൽ ശ്രദ്ധേയമാണ്. ജീവിതം ഘോര യുദ്ധമാണെന്നും പ്രബുദ്ധ സാഗരമാണെന്നും മരീചികയാണെന്നും പറയുന്ന തത്വചിന്തകളുടെ ലോകത്തിലാണ് നാം അധിവസിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ വിശ്വാസത്തിൽ ഈ നിഗമനങ്ങൾക്ക് സ്ഥാനമില്ല. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആശ്രയവും നമ്മുടെ ജീവിതയാത്ര ഹൃദയവും മനോഹരവും ലക്ഷ്യാധിഷ്ഠിതവുമാക്കി തീർക്കും. അനുഗ്രഹീതമായ ജീവിതയാത്രയ്ക്കുള്ള ശരിയായ മാർഗരേഖ തിരുവചനമാണ്. ദിവ്യമായ വചനങ്ങളെ കാലിന്റെ ദീപവും പാതിക്ക പ്രകാശവും ആയി നാം സ്വീകരിക്കുമ്പോൾ ധന്യരാകും. മനനം ചെയ്യുക, ആനന്ദിക്കുക, പുതുക്കപ്പെടുക എന്ന ചിന്താവിഷയത്തിന്റെ കാതൽ ഇതാണ്. ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും മാധ്യമങ്ങളുടെയും കുതിച്ചുകയറ്റത്തിന്റെ ലോകം. ഇതിന്റെ മധ്യത്തിൽ തെറ്റുശരികളെ തിരിച്ചറിഞ്ഞ് ശരിയായ പാതയിൽ ചരിക്കുവാൻ അധികമായ ദൈവകൃപ ആവശ്യമാണ്. കൃപയുടെ കവാട ക്രിസ്തുവിലൂടെ സകലർക്കും തുറക്കപ്പെട്ടിരിക്കുന്നു. തിരുജന്യം ഇതാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കി ധന്യതയോടെ യാത്ര തുടരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ വിധ ചിന്തകളുടെ ഓർമ്മപ്പെടുത്തലാണ് വേദഭാഗങ്ങൾ. ഒന്നാം പാഠഭാഗം യെശയ്യാവ് 40:25-31 വരെ. ദൈവജനത്തിന് പ്രവാചകൻ നൽകുന്ന പ്രചോദനാത്മകമായ ചിന്തയുടെ മനോഹരമായ വിവരണമാണ് വേദഭാഗം. സന്ദേഹങ്ങൾ അകറ്റി ദൈവിക കരുതലുകളെ ഓർമ്മിപ്പിക്കാൻ പ്രവാചകൻ ആവശ്യപ്പെടുന്നു. പ്രകൃതിയിലേക്കും ആകാശവിധാനത്തിലേക്കും നോക്കി അവയുടെ ക്രമം എപ്രകാരമാണെന്ന് ചിന്തിക്കുക. ദൈവ പരിപാലനയുടെ ദൃശ്യമായ ഭാവം അവിടെ കാണുവാൻ സാധിക്കും. അതിനാൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളെ സംശയിക്കരുത്. ബലഹീനർക്ക് ദൈവം ആശ്രയമാണ്. ക്ഷീണിതന് ശക്തി പകരുന്നവനും തന്നിൽ ശരണം വെക്കുന്നവർക്ക് ശക്തിയെ പുതുക്കുന്നവനുമാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരും, തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കും. ഈ ചിന്തകൾ ക്രിയാത്മകവും അനുഗ്രഹീതവും പുതുവത്സരത്തിന് ഊർജം പകരുന്നതുമാണ്. രണ്ടാം പാഠഭാഗം ഫിലിപ്പിയർ 2:12-18 വരെ. സന്തോഷത്തോടെ ജീവിതത്തെ വീക്ഷിക്കാനുള്ള അപ്പോസ്തലന്റെ ആഹ്വാനം ഫിലിപ്പിയ ലേഖനത്തിൽ ഉടനീളം കാണുന്നു. നാം അനന്യരും പരമാർത്ഥികളും നിഷ്കളങ്കരുമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വസ്തയോടെ നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് പ്രവർത്തിക്കണം. ഈ നന്മകൾക്കായി ജീവന്റെ വചനം പ്രമാണിക്കുന്നവരാകണം. അവിടെയാണ് നാം പ്രകാശിതരും പ്രകാശം നൽകുന്നവരുമാകണം. പുതുവാർത്ഥമായ പ്രതീക്ഷയും പ്രത്യാശയും അപ്പോസ്തലൻ വേദഭാഗത്ത് പങ്കെടുത്തു. ലേഖനഭാഗം 1 തെസ്സലോനിക്കർ 5:14-28 വരെ. സഭയോടുള്ള അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിന്റെ മനോഹരവും അർത്ഥപൂർണവുമായ പ്രബോധനമാണ് വേദഭാഗം. വിശ്വാസ സമൂഹത്തിന്റെ സഭയോടുള്ള ബാധ്യത ഇവിടെ വ്യക്തമാക്കുന്നു. ക്രമരഹിതമായി ജീവിക്കുന്നവരെ ബുദ്ധി ഉപദേശിക്കുവാനും ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവാനും ദീർഘക്ഷമയോട് പെരുമാറുവാനും പറയുന്നു. സന്തോഷത്തോടെ ജീവിക്കുകയും മുടക്കമില്ലാതെ പ്രാർത്ഥിക്കുകയും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നവരുമാകണം. സകലത്തെ വിവേചിച്ച് മനസ്സിലാക്കണം, തിന്മയെ ഉപേക്ഷിക്കണം. നമ്മെ അഭിനയിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തതയിൽ വിശ്വസിക്കുന്നവരും ആശ്രയിക്കുന്നവരുമാകണം. നമ്മെ വിളിച്ചവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ഉറപ്പ് അപ്പോസ്തലനിലൂടെ നൽകുന്നു. പുതുവത്സരത്തിലേക്കുള്ള പ്രവേശനത്തിന് ഈ അനുശാസനങ്ങൾ അനുഗ്രഹകരമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി
13 മുതൽ 16 വരെ. യേശുക്രിസ്തുവിന്റെ ഗിരി പ്രഭാഷണത്തിൽ വളരെ ആകർഷകവും ശ്രദ്ധേയവുമാണ് വേദഭാഗം. ജീവിതം എപ്രകാരമാകണമെന്ന തികച്ചും പരിചിതമായ ഉദാഹരണങ്ങളിൽ കൂടെ കർത്താവ് വിശദീകരിക്കുന്നു. യേശുവിന്റെ ഉപദേശങ്ങൾ എപ്പോഴും പ്രായോഗികവും ആത്മീയ ജീവിതത്തെ ശക്തീകരിക്കാൻ സഹായവുമാണ്. റബ്ബിമാരുടെ അനുശാസനങ്ങൾ ജനങ്ങൾക്ക് ഭാരമുള്ള ചുമട് പോലെയും അനുകരിക്കാൻ പ്രയാസവുമായിരുന്നു. എന്നാൽ യേശുവിന്റെ വാക്കുകൾ എപ്പോഴും ആകർഷകവും ആശ്വാസവുമായിരുന്നു. മണവും മധുവുമുള്ള പൂക്കളിലേക്ക് ഷഡ്പഥങ്ങൾ തനിയെ വരുന്നത് പോലെ യേശുവിന്റെ വാക്കുകളിലെ വശ്യത എല്ലാവരെയും ആകർഷിച്ചിരുന്നു. അനുഗ്രഹീത വചനങ്ങളിൽ ആകർഷകരാകുന്നവർ തിങ്ങിക്കൂടുന്നത് സാധാരണമായിരുന്നു. അവരുടെ ദൈവരാജ്യ മർമ്മങ്ങൾ കർത്താവ് ഹൃദയമായി പങ്കിട്ടു. അതിനാൽ അനേകർ കർത്താവിനെ അനുഗമിച്ചു. അവർ ദൈവിക സത്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതശൈലിയുള്ളവരാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. പുതുവത്സരത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ വേദഭാഗം നൽകുന്ന സന്ദേശം അത്യന്തം ശ്രദ്ധേയമാണ്. പിന്നീട് നാളുകളിലെ ആലസ്യങ്ങൾ ഉപേക്ഷിച്ച് തുണിമയോടെ യേശുവിനെ അനുഗമിക്കാൻ ഈ ചിന്തകൾ നമ്മെ സഹായിക്കും. വളരെ ലളിതമായ ഉദാഹരണങ്ങളിൽ കൂടെ നവീനമായ ആശയങ്ങളുടെ ഉന്നത സർഗങ്ങളിലേക്ക് കേൾവിക്കാരെ കർത്താവ് നയിച്ചു. ഇപ്രകാരം യേശുക്രിസ്തുവിനാൽ രൂപാന്തരപ്പെട്ടവർ അവനെ അനുധാവനം ചെയ്തു. പുതിയ മനുഷ്യനെ ലക്ഷ്യമാക്കി കർത്താവ് നൽകുന്ന ഉപദേശങ്ങളാണ് വേദഭാഗം. ഒന്നാമതായി, മാലിന്യമകറ്റി രുചി പകരുന്ന ഉപ്പായി തീരുക. അനുദിന ജീവിതത്തിലെ അവശ്യ വസ്തുവായ ഉപ്പിനെ ഉദാഹരണമാക്കി കർത്താവ് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ കൂട്ടത്തിൽ ഉപ്പ് വളരെ പ്രാധാന്യമുള്ളതാണ്. ഉപ്പിന്റെ മുഖ്യമായ 2 സവിശേഷതകൾ വളരെ പരിചിതമാണ്. ഉപ്പ് മാലിന്യങ്ങളെ അകറ്റി ഉപയോഗശൂന്യമായവയെ ഉപയോഗ്യമാക്കുന്നു, രുചി പകർന്ന് ആസ്വാദ്യകരമാക്കുന്നു. ഉപ്പിന്റെ ഇപ്രകാരമുള്ള പ്രവർത്തനം അത്ഭുതാമുഖമാണ്. തള്ളിക്കളയുന്നവയെ മുഖ്യസ്ഥാനത്തെത്തിക്കുന്നു. ഈ ഉദാഹരണ കർത്താവ് പറയുമ്പോൾ നാം ഇതുപോലെയാകണം എന്നാണ് അർത്ഥമാക്കുന്നത്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നുവെന്ന് കർത്താവ് പറയുന്നതിന്റെ ആശയം വളരെ ആഴം നിറഞ്ഞതാണ്. വിശ്വാസ സമൂഹം ലോക നവീകരണത്തിനായി വിളിക്കപ്പെട്ടവരാണ്. ലോകത്തെ വിപുലീകരിച്ച് പ്രയോജനമുള്ളതാക്കുവാനുള്ള ദൗത്യമാണ് കർത്താവ് ഇവിടെ പറയുന്നത്. വിശ്വാസികളുടെ സാന്നിധ്യം രുചി പകരുന്നതും മാലിന്യം ഇല്ലാതാക്കുന്നതുമാകണം. ലോകം അഭിശബ്ദമായി എന്ന പരിവേദന ഒരിക്കലും നമ്മിലുണ്ടാകരുത്. അഭിശബ്ദമായെങ്കിൽ ലോകത്തെ ശുദ്ധീകരിക്കാൻ നന്മയാക്കുവാൻ കർത്താവ് പറയുന്നു. ഏലിശയുടെ കാലത്ത് ദേശവാസികൾ കുടിവെള്ളത്തെക്കുറിച്ച് ആവലാതി പറഞ്ഞപ്പോൾ അവിടെയുള്ള കുളത്തിൽ ഉപ്പിട്ട് ശുദ്ധീകരിക്കുന്നതായി കാണുന്നു. ഉപ്പിന്റെ നന്മകളെ കുറിച്ച് പറയുമ്പോൾ ഗുണമില്ലാത്ത ഉപ്പ് അതിന്റെ പ്രവർത്തനത്തിൽ പരാജയപ്പെടുന്നതായി കർത്താവ് പറയുന്നു. അതാണ് യേശു പറയുന്ന കാരമില്ലാത്ത ഉപ്പ്. ഇതിനെ നിർദാക്ഷിണ്യം പുറന്തള്ളുന്നു. കാരമില്ലാത്ത ഉപ്പ് പോലെ ആത്മീയതയായിത്തീരുന്നതാണ് ക്രിസ്ത്യതയുടെ ഏറ്റവും വലിയ പരാജയം. ലോകത്തിൽ സഭ എത്തിച്ചേർന്ന എല്ലാ സ്ഥാനങ്ങളിലും ഉപ്പിനെ പോലെ മാലിന്യങ്ങളെ അകറ്റി രുചി പകർന്നിട്ടുണ്ട്. ഇത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. എക്കാലവും പ്രകാരമാകാനുള്ള ദൗത്യം ദൈവം നമ്മെ പരിവേൽപ്പിച്ചിരിക്കുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉപ്പിനെ പോലെ പ്രയോജനമുള്ളതാകണം. സ്വന്തം ശക്തി കൊണ്ട് ഈ ഗുണവിശേഷം നേടിയെടുക്കുവാൻ കഴിയില്ല. ദൈവകൃപ നമ്മെ അതിനായി സജ്ജമാക്കുമ്പോഴാണ് അനുഗ്രഹകരമായി തീരുന്നത്. ഇപ്രകാരം ഉന്നതമായ ദൗത്യമാണ് ദൈവം നമ്മെ പരിമേൽപ്പിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എപ്പോഴും ഓർമ്മയും ജാഗ്രതയുള്ളവരാകണം. 2 പ്രകാശം നൽകാൻ പ്രകാശിതരാകുക. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഉന്നതമായ പദവിയാണ് കർത്താവ് വിശ്വാസികൾക്ക് നൽകുന്നത്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് യേശു പറഞ്ഞതും ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. കർത്താവിന്റെ 2 പ്രഖ്യാപനങ്ങളും പ്രാധാന്യമുള്ളതാണ്. ഇരുൾ നിറഞ്ഞ ലോകത്തിൽ യേശു വെളിച്ചമായി ഉദയം ചെയ്തു. അതുപോലെ വിശ്വാസ സമൂഹത്തെ ദൈവം ലോകത്തിൽ നിയോഗിച്ചിരിക്കുന്നു. എത്ര ശക്തമായ അന്ധകാരമാണെങ്കിലും ഒരു ചെറിയ പ്രകാശം അന്ധകാരത്തെ അകറ്റും. ചന്ദ്രന്റെ ശോഭ വളരെ മനോഹരവും രാത്രിയെ പ്രകാശമാക്കുന്നതുമാണ്. എന്നാൽ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുമ്പോഴാണ് ചന്ദ്രൻ ശക്തമായി ശോഭിക്കുന്നത്. ഇപ്രകാരം കർത്താവിൽ നിന്നുള്ള പ്രകാശം സ്വീകരിക്കുമ്പോഴാണ് നാം പ്രകാശിതരാകുന്നത്. അന്ധകാരത്തെക്കുറിച്ച് നാം അസ്വസ്ഥരാകും. എന്നാൽ പ്രകാശം നൽകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ഇരുൾ മാറും. യേശു പറയുന്നത് തന്നിന്മേൽ ഉയർത്തിയ വിളക്ക് പോലെ നാം ആയിത്തീരണം. ഇപ്രകാരം പ്രകാശം പരത്തുമ്പോൾ ഇരുൾ പ്രവേശിക്കുകയില്ല. തമസവുമാ ജ്യോതിർഗമയ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് ഋഷീശ്വരന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രാർത്ഥിച്ചു.
ആ പ്രാർത്ഥനയുടെ മറുപടിയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്ന ഇരുൾ നടക്കാതെ വെളിച്ചമുള്ളവനാകുമെന്ന് യേശു പറയുന്ന വാക്കുകൾ. അവനെ അനുഗമിച്ചവരിൽ ഇത് ആക്ഷരികമായി നിവർത്തിക്കപ്പെടുന്നു. ഈ സത്യം നമ്മിൽ കൂടെ നിവർത്തിക്കപ്പെടണം. സുവിശേഷം ലോകത്തിന് പ്രകാശമായി പരിണമിച്ചു. ഈ ചരിത്ര സത്യത്തെ ആർക്കും സംസ്കരിക്കാൻ കഴിയില്ല. അന്ധകാരം നിറഞ്ഞ ആഫ്രിക്കയെ സുവിശേഷമാണ് വെളിച്ചത്തിലേക്ക് നയിച്ചത്. അജ്ഞതയും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞ ലോക സാഹചര്യങ്ങൾ ഇരുളിന്റെ അവസ്ഥയാണ്. ഇവിടെ സുവിശേഷം പകർന്ന പ്രകാശം ലോകത്തെ അനുഗ്രഹമാക്കി. എന്നും ഇത് എക്കാലവും തുടരേണ്ടതാണ്. വിളക്കുകൾ വളരെയുണ്ടെങ്കിലും പ്രകാശം നൽകുന്നില്ല. അണഞ്ഞ വിളക്കുകൾ പിടിച്ചുകൊണ്ട് പ്രകാശത്തെക്കുറിച്ച് പറയുന്നവർ നിരവധിയാണ്. ഇത് വർദ്ധിക്കുന്നതും സങ്കടകരമാണ്. ഈ അപകടത്തെ തിരിച്ചറിഞ്ഞ ശോഭയുള്ള വിളക്കുകളുമായി ഇരുളിനെ അകറ്റുവാൻ നാം നിയോഗിതരായിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയാൻ വൈകരുത്. മാർത്തോമാ സഭയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൈറ്റഡ് ടു ലൈറ്റൻ, പ്രകാശനായ പ്രകാശിതമെന്നാണ്. പ്രകാശം നൽകാൻ പ്രകാശിതരായവർ എന്നാണ് അർത്ഥം. എത്ര അർത്ഥവത്തായ ആശയമാണ് നമ്മുടെ പിതാക്കന്മാർ ഇതിൽ കൂടെ നൽകിയത്. കർത്താവിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് ലോകത്തെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഈ ബോധ്യം ഒരിക്കലും നഷ്ടപ്പെടരുത്. എത്ര ശക്തമായിരുന്നാണെങ്കിലും ഒരു മിന്നാമിനുങ്ങ ആ ഇരുളിനെ മുറിച്ച് അതിന്റെ ഭാഗയിൽ പ്രകാശം പരത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്നു. ഇരുളിന്റെ കാഠിന്യത്തെ ഇല്ലാതാക്കാൻ ഈ ചെറിയ ജീവിക്ക് സാധ്യമാകുന്നെങ്കിൽ പ്രകാശത്തെക്കുറിച്ച് ബോധമുള്ള മനുഷ്യന് എത്രയധികം പ്രവർത്തിക്കാൻ കഴിയും. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദമെന്ന് അക്കിത്തം പാടിയത് വെളിച്ചത്തെ ഇരുട്ട് കീഴടക്കിയതിലുള്ള ദുഃഖം കൊണ്ടാണ്. ഇരുൾ സുഖകരമാണെന്ന അർത്ഥം ഒരിക്കലും കവി ലക്ഷ്യമാക്കിയിരുന്നില്ല. ഈ കവിത തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. സൃഷ്ടിയുടെ ചരിത്രം ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രയാണമാണ്. ലോകത്തിൽ ഇരുട്ടിന്റെ ആധിക്യം ഉണ്ടാകുമ്പോൾ അത് തുടരുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഇത് ചരിത്ര യാഥാർത്ഥ്യമാണ്. ഇരുൾ പ്രബലമാകുമ്പോൾ വെളിച്ചമായ രക്ഷകളിലേക്ക് നമ്മുടെ കരങ്ങൾ ഉയർത്തണം. ലോകത്തെ സ്നേഹിച്ച ദൈവത്തെയാണ് നാം പ്രഘോഷിക്കുന്നത്. വേദഭാഗത്ത് കർത്താവ് പറയുന്ന രണ്ട് രൂപങ്ങൾ നമ്മുടെ ആത്മീയജീവിതത്തെ ശക്തീകരിക്കാൻ പര്യാപ്തവും പുതിയ ചിന്തകളിലേക്ക് നമ്മെ നയിക്കുവാൻ സഹായകരവുമാണ്. ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ സന്ദേശം നൽകുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസ സമൂഹം ഉപ്പായും വെളിച്ചമായും പരിണമിക്കണം. രണ്ട് മനോഹര വസ്തുക്കളായി സൂക്ഷിക്കപ്പെടാനല്ല, അവയെക്കുറിച്ച് എന്ത് ലക്ഷ്യമാക്കുന്നുവോ അതായി തീരുമ്പോഴാണ് അർത്ഥപൂർണമാകുന്നത്. ഇതാണ് രക്ഷകന്റെ പ്രതീക്ഷ. സ്വന്തം ശക്തിയാൽ ഈ നന്മകൾ പ്രാപ്യമാകില്ല. ദൈവകാരുണ്യമാണ് നമ്മെ നയിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നവൻ എന്ന പൗലോസിന്റെ വാക്കുകൾ ഇതാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മോടുകൂടിയുള്ള കർത്താവിന്റെ നിരന്തര സാന്നിധ്യം വിജയകരമായ ജീവിതത്തിന് നമ്മെ സഹായിക്കും. പുതുവർഷം നന്മ പ്രസരിപ്പിക്കുന്നവരും രുചിയും വെളിച്ചവും നൽകുന്നവരുമാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി തിരുസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിനോടുകൂടെ യാത്ര ചെയ്യാം.